ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് കുരുക്കാവുകയാണ് ബോർഡ് മുൻ അംഗത്തിന്റെ മൊഴി. സ്വർണ്ണപ്പാളികൾ പുതുക്കണമെന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ പറഞ്ഞത് പത്മകുമാറാണ് എന്നാണ് അറസ്റ്റിലായ എൻ വിജയകുമാറിന്റെ മൊഴി. സഖാവ് പറഞ്ഞപ്പോൾ ഒപ്പിട്ടു എന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ദേവസ്വം രേഖകൾ തിരുത്തിയതിൽ പത്മകുമാർ, KP ശങ്കരദാസ്, എൻ വിജയകുമാർ എന്നിവർക്ക് തുല്യ പങ്കാണെന്ന് SITയുടെ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മൊഴി പ്രതികൂലമാണല്ലോ എന്ന ചോദ്യത്തിന് എല്ലാം അയ്യപ്പൻ നോക്കും എന്നായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. ഇന്നലെ SITക്ക് മുന്നിൽ കീഴടങ്ങിയ എൻ വിജയകുമാർ പറഞ്ഞതത്രയും പത്മകുമാറിനെതിരെയാണ്. എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിന്റേതായിരുന്നു. തീരുമാനങ്ങളെടുക്കാൻ അദ്ദേഹത്തിനറിയാം. സഖാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒപ്പിടുകയാണ് ചെയ്തത്. സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം പത്മകുമാർ ബോർഡിൽ പറഞ്ഞു. അദ്ദേഹത്തെ വിശ്വസിച്ച് മറ്റൊന്നും വായിക്കാതെ താൻ ഒപ്പിട്ടു. ഇനിയും പുറത്തു നിന്നാൽ സർക്കാരിന് നാണക്കേടായതുകൊണ്ടാണ് കീഴടങ്ങിയതെന്നുമാണ് വിജയകുമാറിന്റെ മൊഴി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുൻ ബോർഡംഗം വിജയകുമാർ വീഴ്ച വരുത്തിയതായാണ് റിമാൻഡ് റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതിരുവിട്ട് സഹായിക്കാൻ ദേവസ്വം മാനുവൽ തിരുത്തി. മാനുവൽ തിരുത്തിയതിൽ പത്മകുമാറിനും എൻ വിജയകുമാറിനും KP ശങ്കരദാസിനും പങ്കുണ്ട്. മിനിറ്റ്സിലെ തിരുത്തൽ പത്മകുമാർ രണ്ടുപേരെയും അറിയിച്ചു. മൂവരും അറിഞ്ഞുകൊണ്ടാണ് പാളികൾ പോറ്റിക്ക് കൊടുത്തുവിട്ടത്. സാമ്പത്തിക ലാഭം ആഗ്രഹിച്ച് ഇരുവരും പത്മകുമാറിന് കൂട്ടുനിന്നുവെന്നും SIT. അതേസമയം കൊല്ലം വിജിലൻസ് കോടതിയിലെത്തിയ പത്മകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ: വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല സാറേ. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ് ഇപ്പൊ അതെ, നോക്കാം, അയ്യപ്പൻ നോക്കിയോളൂ. ഏതായാലും ശവന്തീനികളല്ല. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.